ഗൈസ് ഈ നിൽക്കുന്ന എല്ലാവരും ഒരു ബോംബ് സ്ഫോടനം കാണാൻ വേണ്ടി പോവാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളായ നെന്മാറ വല്ലങ്കി ദേശത്തിന്റെ വെടിക്കെട്ട് കാണാനായി നമ്മൾ വൈകുന്നേരമായപ്പോൾ തന്നെ നെന്മാറയിലേക്ക് എത്തി. മഴ കാരണം വൈകുന്നേരത്തെ വെടിക്കെട്ട് കുറച്ച് നേരത്തെ പൊട്ടിച്ചു. എന്നാലും പാതിരാത്രി 3 മണിക്ക് നടക്കുന്ന ആ രണ്ടാമത്തെ വെടിക്കെട്ട് ഭൂമി തന്നെ കുലുങ്ങുന്ന തരത്തിലുള്ളതായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണ്. നെന്മാറ ദേശക്കാരും വല്ലങ്കി ദേശക്കാരും പന്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നെന്മാറയുടെ സ്വന്തം യാത്രികനും കുടുംബവും കുറച്ചു നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വെടിക്കെട്ട് കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പോലീസുകാർ അവിടുന്ന് നമ്മളെ ഓടിച്ചു. എല്ലാവരെയും ബാരിക്കേഡിന്റെ പുറത്താക്കി നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന നടു റോട്ടിൽ തന്നെ ഞങ്ങൾ ഇരുന്നു. മഴയുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ട് തന്നെ 3 മണിക്ക് പൊട്ടിക്കേണ്ട വെടിക്കെട്ട് രാത്രി 1:30 തന്നെ പൊട്ടിക്കാൻ തുടങ്ങി. ഇനി എന്തായാലും നമുക്ക് വെടിക്കെട്ട് കാണാം. രണ്ട് ദേശത്തിന്റെയും വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്നാൽ നെന്മാറ വല്ലങ്ങിയേക്കാൾ കൂടുതലായിരുന്നു ഇപ്രാവശ്യത്തെ കാവശ്ശേരി വെടിക്കെട്ട്. മഴയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നെന്മാറ വല്ലങ്കിക്കാർ ബാക്കിലേക്ക് ആയത്. അടുത്ത പ്രാവശ്യം കാവശ്ശേരിയെ കടത്തിയടിച്ച് നെന്മാറ വല്ലങ്കി 1ാം സ്ഥാനത്ത് തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് കമന്റ് ഇടുക. നാളെ വൈകുന്നേരം അപൂർവമായി നമുക്ക് കാണാൻ പറ്റിയ ആ മൃഗത്തിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.